ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ പണം ATMിലൂടെ എടുക്കുന്നതിനുള്ള റേഷൻ വിഹിതം ആദ്യം 2500, പിന്നെ 4500, ഇപ്പോൾ അത് 4500-ൽ നിന്ന് 10,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്ന വാർത്തയാണ് നമ്മെ തേടിയെത്തുന്ന ഇന്നത്തെ പ്രധാന വാർത്ത. മലയാള മനോരമ എന്ന പത്രം ആ വാർത്ത ലീഡ് വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. കാണുക, ATMിൽ നിന്ന് ഒരു ദിവസം 10,000 രൂപ എന്ന ശീർഷകത്തിലാണ് മനോരമ ആ വാർത്ത നമുക്ക് എത്തിക്കുന്നത്. എന്നാൽ ആഴ്ചയിൽ എടുക്കാവുന്ന തുക അത് മുൻ തീരുമാനിച്ചത് മാതിരി 24,000 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. അക്കാര്യത്തിൽ മോദി സർക്കാർ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. 4,500 എന്നത് 10,000 ആക്കുമ്പോൾ ഒരുപക്ഷെ 2.5 പിൻവലിക്കലിലൂടെ നമുക്ക് മൊത്തം ലഭിക്കാവുന്ന 24,000 രൂപ എടുക്കാൻ കഴിയും. കറണ്ട് അക്കൗണ്ടുകളിൽ അത് 50,000 രൂപ എന്നതായിരുന്നു അതിന് നിശ്ചയിച്ചിരുന്ന പരിധി. അത് 1,00,000 രൂപയായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഇരട്ടി തുകയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ATMിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 4,500 രൂപയിൽ നിന്ന് 10,000 രൂപയായി ഉയർത്തി. ഇതേസമയം ഒരാഴ്ചയിൽ പിൻവലിക്കാവുന്ന പരമാവധി തുക 24,000 രൂപയായി തന്നെ തുടരും. കറണ്ട് അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 50,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയായി ഉയർത്തി എന്ന വാർത്തയും തരുന്നു. ഇന്ത്യയുടെ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ച് ലോക ബാങ്ക് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ അന്താരാഷ്ട്ര നാണയ നിധിയും അതിനെ സംബന്ധിച്ച ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. 1% വളർച്ചാ നിരക്ക് ഏറ്റവും കുറയുമെന്നാണ് പറയുന്നത്. നോട്ട് അസാധുവാക്കലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഈ സാമ്പത്തിക വർഷം 6.6 ആയി കുറയുമെന്ന് രാജ്യാന്തര നാണ്യനിധി പറയുന്നു. ആ നിലയ്ക്ക് നോട്ട് അസാധുവാക്കൽ പദ്ധതി ഏതൊക്കെ ഗുണം കൊണ്ടുവന്നു എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. അതേ സംബന്ധിച്ച് പോസിറ്റീവും നെഗറ്റീവുമായ വാദമുഖങ്ങൾ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 1% കുറയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആരുടെ ഇടയിലും ഇക്കാര്യത്തിൽ ഇല്ല എന്നതും കൗതുകകരമായ ഒരു വസ്തുത തന്നെ. ATM സൗജന്യ ഇടപാട് ഇതുവരെ 5 ആയിരുന്നുവല്ലോ. 6ാമത് ATM വിഡ്രോവൽ വരുമ്പോഴാണ് 23 രൂപ സർവീസ് ചാർജ് ബാങ്കുകൾ ഈടാക്കിയിരുന്നത് എന്നാണ് ഇതുവരെ നമ്മെ വിശ്വസിപ്പിച്ചിരിക്കുന്ന കാര്യം. എന്നാൽ ഈ 5 സൗജന്യ ഇടപാട് 3 ചുരുക്കാനുള്ള ശ്രമം ബാങ്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5 സൗജന്യ ഇടപാടുകൾ 3 ചുരുക്കിയാൽ കൂടുതൽ ATMിൽ നിന്ന് പണം പിൻവലിച്ചാൽ അതിനെല്ലാം തന്നെ സർവീസ് ചാർജ് ഈടാക്കും. അത് ഒരു പിൻവലിക്കലിന് 23 രൂപയായിരിക്കുകയും ചെയ്യും. ദേശാഭിമാനി അതേ സംബന്ധിച്ച വാർത്ത ലീഡ് വാർത്തയാക്കി തരുന്നത് കാണുക. ATM സൗജന്യ ഇടപാട് 3 നീക്കം. ആഴ്ചയിൽ 24,000 രൂപ എന്ന പരിധിയിൽ മാറ്റമില്ല. കറണ്ട് അക്കൗണ്ടുകളിൽ നിന്ന് 1,00,000 രൂപ വരെ പിൻവലിക്കാം. GDP കുറയുമെന്ന് ലോകബാങ്ക് തുടങ്ങിയ സാമ്പത്തിക രംഗത്തെ ക്രമീകരണവുമായി ബന്ധിപ്പിച്ച വാർത്തകൾ തരുന്നു. പ്രശാന്ത് വാർത്തയുടെ വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് ഇപ്രകാരം തരുന്നു. പണം പിൻവലിക്കൽ കടുത്ത നിയന്ത്രണം നിലനിൽക്കെ ATMകളിൽ നിന്നുള്ള സൗജന്യ ഇടപാടുകളുടെ എണ്ണം 3 ചുരുക്കാൻ ബാങ്കുകൾ നീക്കം തുടങ്ങി. പൊതുബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രാലയവുമായി നടത്തിയ ചർച്ചയിൽ ബാങ്ക് മേധാവികൾ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. പൊതുബജറ്റ് തയ്യാറാക്കുമ്പോഴേക്കും അത് 3 ചുരുക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ ചുരുക്കുന്നത് സത്യത്തിൽ ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്കുള്ള, പണരഹിത സമുദായത്തിലേക്കുള്ള ബാങ്കിങ് ഇടപാട് കുറയ്ക്കുന്നതിലേക്കുള്ള യാത്രയുടെ ഒരു ഘട്ടം കൂടിയാണ് എന്നും സർക്കാർ
അവകാശപ്പെടുന്നു. GST ചരക്ക് സേവന നികുതിയെ സംബന്ധിച്ച് ആവർത്തിച്ച് ചർച്ചകൾ നടക്കുകയാണ്. ദില്ലിയിൽ ധനമന്ത്രിമാരുമായി, സംസ്ഥാന ധനമന്ത്രിമാരുമായുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. ആ കാര്യത്തിൽ വിഹിതം കൂടുതൽ ലഭിക്കുന്നതിനുള്ള ചർച്ചകളാണ് സംസ്ഥാനങ്ങൾ നടത്തിയത്. വീതം കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് വേണം എന്നവർ വാദിച്ചു. എന്നാൽ വിട്ടുകൊടുക്കാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല. ഏപ്രിൽ 1 മുതൽ അത് ആരംഭിക്കണം GST എന്ന നിലപാട് കേന്ദ്രം കൈക്കൊണ്ടിരുന്നു. അതും നടക്കാൻ പോകുന്നില്ല. GST ജൂലൈ 1 മുതൽ മാത്രമേ നിലവിൽ വരൂ എന്ന് ഇന്നലെ കഴിഞ്ഞ ചർച്ചയിൽ നിന്ന് വ്യക്തമായിരിക്കുന്ന കാര്യം ഇന്ന് പത്രലോകം വാർത്തയാക്കി തരുന്നു. ദീപിക അത് ലീഡ് വാർത്തയാക്കുന്നു. കാണുക. GST ജൂലൈയിൽ നിന്ന് വരുന്നു എന്ന് മാത്രമല്ല, മറ്റ് ചില മാറ്റങ്ങളും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. തർക്ക വിഷയങ്ങളിൽ വിശാല സമവായം, പശ്ചിമ ബംഗാൾ മാത്രം എതിര്. 1.5 കോടി രൂപയിൽ താഴെ വാർഷിക വിറ്റുവരവ് ഉള്ളവരുടെ നികുതി കാര്യങ്ങൾ ആര് നോക്കണമെന്ന തർക്ക വിഷയത്തിൽ ധാരണയായി. 90% പേർ സംസ്ഥാന നിയന്ത്രണത്തിലും 10% പേർ കേന്ദ്ര നിയന്ത്രണത്തിലും വരും. ഒരാൾക്കും ഇരട്ട നിയന്ത്രണം ഉണ്ടാകില്ല. 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റ് വരുമാനമുള്ളവരിൽ 50% സംസ്ഥാന പരിധിയിലും 50% കേന്ദ്ര പരിധിയിലുമാകും. സംസ്ഥാനാന്തര വ്യാപാരത്തിനുള്ള IGST കേന്ദ്രം പിരിക്കും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ജൂലൈ 1 മുതൽ മാത്രമേ GST നിലവിൽ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ വരികയുള്ളൂ എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. BJPയുടെ നേതൃയോഗങ്ങൾ കോട്ടയത്ത് നടക്കുകയാണ്. വിവാദ പ്രസ്താവനകൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടക്കുന്നത്. BJP വിഭാവനം ചെയ്ത അതിൻ്റെ പ്രചരണ ജാഥയുണ്ടല്ലോ, ആ ജാഥകൾ ചീറ്റിപ്പോയതിൻ്റെ പശ്ചാത്തലത്തിലുമാണ് ഈ യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യോഗത്തോട് കൗതുകകരമായൊരു സമീപനമാണ് മാധ്യമലോകം സ്വീകരിച്ചത്. ഇന്നലെ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ ഇന്ന് വാർത്തയായി പത്രങ്ങൾ തരുന്നു. BJP സംസ്ഥാന സമിതിക്ക് തുടക്കം. പത്മനാഭനെതിരെ RSS ചേരി. AN രാധാകൃഷ്ണന് രൂക്ഷ വിമർശം. AN രാധാകൃഷ്ണനാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എല്ലാ തർക്കത്തിനും വെടി പൊട്ടിച്ചത് എന്ന് നമുക്കറിയാം. MT വാസുദേവൻ നായരുടെ പ്രസ്താവന ശരിയായില്ല എന്ന് പറയുകയും തുടർന്ന് കമലിനെ പോലെയുള്ള ആളുകളെ നാടുകടത്തുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത് വഴി ആദ്യ തർക്കത്തിൻ്റെ വെടിപൊട്ടിച്ചു രാധാകൃഷ്ണൻ. അത് ഏറ്റുപിടിക്കുകയുണ്ടായി കേരളമെന്ന് നമുക്കറിയാം. അതിനുശേഷം MDക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സാംസ്കാരിക കേരളം ഒന്നടങ്കം അണിയണിയായി നിരന്നു. അത് വൻതോതിലാണ് BJPയെ അങ്കലാപ്പിലാക്കിയത് എന്ന് നാം മനസ്സിലാക്കുന്നു പിൽക്കാലത്ത്. ഏതായാലും ആ പശ്ചാത്തലത്തിൽ BJP സംഘടിപ്പിച്ച ജാഥ മങ്ങി മറഞ്ഞുപോയി. BJP നേതാവിൻ്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ഒളിമങ്ങിപ്പോയി ജാഥകൾക്ക് എന്ന് വേണം കരുതാൻ. നിറം കെട്ട ജാഥകൾക്ക് ഒരു ഇഫക്റ്റും ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ AN രാധാകൃഷ്ണന് മറുപടി കൊടുക്കുന്നത് മാതിരി RSSനെ എതിർത്തുകൊണ്ട് പത്മനാഭൻ രംഗത്ത് വന്നു. CK പത്മനാഭൻ മുൻ പ്രസിഡൻ്റാണ് ആ സംഘടനയുടെ. അദ്ദേഹം പറഞ്ഞു, രാജ്യം വിടാൻ പറയാൻ നാം ആര്? ഒരാളോട് രാജ്യം വിട്ടു പോകണം എന്ന് പറയാനൊക്കെ ആരാണ് അവകാശം തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ അങ്ങനെ അവകാശമൊന്നുമില്ല. അത് പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല. രാധാകൃഷ്ണൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് മറ്റ് നേതാക്കൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞു, MT രമേശ് പറഞ്ഞു. ആ അർത്ഥത്തിൽ രാധാകൃഷ്ണൻ്റെ അഭിപ്രായം വ്യക്തിഗതമായ ഒരു അഭിപ്രായം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ജാഥയുടെ ഒളി കെട്ടുപോയി എന്ന യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ BJPക്ക് പുറത്തു നിൽക്കുന്നവരും BJPക്കാരും തമ്മിലല്ല, മറിച്ച് BJPക്കുള്ളിലുള്ള ആൾക്കാർ തമ്മിലാണ് തർക്കം. ആ തർക്കത്തിൻ്റെ ഒരു സവിശേഷത, ആ തർക്കത്തിൽ ഒരു വശത്ത് RSSും മറുവശത്ത്
RSSും തമ്മിലാണ് തർക്കം നടക്കുന്നത്. BJPക്കുള്ളിൽ RSSകാരോട് അത്ര വലിയ ചായ്വൊന്നും കാണിക്കാത്ത BJPയുടെ നേതാക്കളാണ് RSS നേതാക്കൾ അല്ല RSSനോട് വളരെ യോജിപ്പ് കാണിക്കുന്ന രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ കേരളത്തിലെ BJPയുടെ മേൽ RSSനുള്ള പിടി ഇതര സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമുള്ള പിടിയോളം ശക്തമല്ല എന്നാണ് ഈ തർക്കങ്ങൾ തെളിയിക്കുന്നത്. തർക്കങ്ങളിലേക്ക് സഞ്ചരിക്കാം. ഷാലു മാത്യു കോട്ടയത്ത് നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിങ്ങനെയാണ്: BJP സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി നടന്ന നേതൃയോഗത്തിൽ വിവാദ പ്രസ്താവനകളുടെ പേരിൽ ചേരി തിരിഞ്ഞ് നേതാക്കളുടെ കൊമ്പ് കോർക്കൽ. MD കമൽ ചെഗുവേര അനുകൂല പ്രസ്താവനകളുടെ പേരിൽ മുൻ പ്രസിഡന്റ് CK പത്മനാഭനെതിരെ RSS അനുകൂലികളും കമൽ വിഷയത്തിൽ AN രാധാകൃഷ്ണനെതിരെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമാണ് കോർ കമ്മിറ്റി യോഗത്തിൽ രംഗത്തെത്തിയത്. ഒരു ഘട്ടത്തിൽ CK പത്മനാഭനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം തടഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും മുതിർന്ന നേതാവ് O രാജഗോപാലും AN രാധാകൃഷ്ണനെ രൂക്ഷമായി വിമർശിക്കാനും മടിച്ചില്ല. ഇതോടെ പാർട്ടിയിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ് പ്രകടമായി മറ നീക്കി പുറത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ദേശദ്രോഹ ശക്തികളെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ, അതിനുവേണ്ടി തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് യാത്ര ചെയ്ത് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നവർ, ബീഫ് കഴിച്ചാൽ അപകടമാണ് എന്ന നിലയ്ക്ക് പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നവർ ഇപ്പോഴിതാ രണ്ടു തട്ടിലായി. കോട്ടയത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. UPയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഭരിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ് എന്ന് നമുക്കറിയാം. 403 സീറ്റുള്ള അസംബ്ലിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയിൽ ഒരു പിളർപ്പ് തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പായിരിക്കുന്നു. കാരണം അച്ഛനും മകനും തമ്മിൽ നടന്ന തർക്കത്തിൽ മകൻ പൂർണ്ണമായി വിജയം കൈവരിക്കുകയും അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പ്രായം, ദീർഘമായ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഇവയെല്ലാം ഉണ്ടായിട്ടും അങ്ങേയറ്റം അഗണ്യ കോടിയിലേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരിക്കുന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മാതൃഭൂമി അതുകൊണ്ട് തന്നെ ആ വാർത്ത ലീഡ് വാർത്തയാക്കുന്നു. സൈക്കിൾ മകന് തന്നെ. സൈക്കിൾ ചിഹ്നത്തെക്കുറിച്ചുള്ള തർക്കമുണ്ടായിരുന്നു ഇരു കൂട്ടർക്കും ഇടയിൽ. ഒടുവിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ സ്വാഭാവിക ഗതിയിലെത്തി. അങ്ങനെ കമ്മീഷൻ്റെ മുന്നിലെത്തിയപ്പോൾ മകൻ അഖിലേഷിനാണ് അച്ഛൻ മുലായം സിംഗ് യാദവിനേക്കാൾ സമാജ്വാദി പാർട്ടിയിൽ അടി മുതൽ മുടി വരെ സ്വാധീനവും പിന്തുണയും എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യഥാർത്ഥ സമാജ്വാദി പാർട്ടി മകൻ അഖിലേഷ് നയിക്കുന്ന പാർട്ടിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുകയും ആ വിഭാഗത്തിന് മകന് സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നം ആയ സൈക്കിൾ നൽകുകയും ചെയ്തു. അപ്രകാരം ഒരു സംഭവം നടക്കുമ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു പരമന്യൂനപക്ഷമായി പിന്തള്ളപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇനി കോടതി മാത്രമാണ് ശരണം. അതേ സംബന്ധിച്ച് കമ്മീഷനെതിരെ കമ്മീഷൻ്റെ തീരുമാനത്തിനെതിരെ കോടതിയിലേക്ക് സഞ്ചരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയൂ. മകനാകട്ടെ സൈക്കിളുമെടുത്ത് സ്ഥലം വിടുകയും ചെയ്തിരിക്കുന്നു. സൈക്കിൾ മകന് തന്നെ എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മാതൃഭൂമി തരുന്നത്. അച്ഛൻ മുലായം സിംഗ് യാദവുമായുള്ള നിയമ പോരാട്ടത്തിൽ മകൻ അഖിലേഷിന് ജയം. യഥാർത്ഥ സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവിൻ്റേതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം സൈക്കിളിനും ഇനി അവകാശി അഖിലേഷ് തന്നെ. തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുലായത്തിനെ മാറ്റിയ ജനുവരി 1 ദേശീയ കൺവെൻഷൻ തീരുമാനം അതും കമ്മീഷൻ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നം മാത്രമല്ല ദേശീയ അധ്യക്ഷ പദവിയും അഖിലേഷിന് തന്നെ മുലായം സിംഗിനെ വെട്ടിക്കൊണ്ട് അഖിലേഷ് യാദവ് എന്ന് നന്നേ ചെറുപ്പക്കാരനായ വലിയ പിന്തുണ അവിടെ ലഭിക്കുന്ന ആ നേതാവ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് 50 തികയാത്ത 43 മറ്റോ വയസ്സേ പ്രായമുള്ളൂ.
അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തലയെടുപ്പോടെ നടന്നു നീങ്ങുന്നു. അതാണ് UP തരുന്ന ചിത്രം. അച്ഛനാകട്ടെ പാരവശ്യത്തോടെ പിറകിൽ പിടഞ്ഞ് വീഴുകയും ചെയ്യുന്നു. അത്തരം ഒരു ചിത്രവും തന്നിരിക്കുന്നു മാതൃഭൂമി പ്രധാന വാർത്തയ്ക്ക് ഒപ്പം. ഇന്ത്യയിൽ ഗർഭചിത്രം നിയമാനുസൃതമായി നടപ്പാക്കണമെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് 20 ആഴ്ച വരെ പ്രായമാകാൻ പാടുള്ളൂ. അതിനുമേൽ പ്രായമായ ഗർഭസ്ഥ ശിശുവിനെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ പാടില്ല എന്നതാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം. ആ നിയമത്തിന് വിരുദ്ധമായി സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിരിക്കുന്നു. പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് നടത്തിയ ആ വിധി 6 മാസം പ്രായമായ കുഞ്ഞിനെ, ഗർഭസ്ഥ ശിശുവിനെ അലസിപ്പിക്കാൻ അനുവാദം നൽകുന്ന സുപ്രീം കോടതി വിധിയാണ്. വളരെ കുറച്ച് മാത്രം നടക്കാവുന്ന ഒരു സമീപനമാണ്, കോടതിയിൽ നടക്കാവുന്ന ഒരു സമീപനമാണത്. ഏതായാലും ഒരു കേസ്, ഈ പ്രത്യേക കേസ് അങ്ങേയറ്റം മാനുഷികമായി പരിഗണിച്ചുകൊണ്ടാണ് 6 മാസമായ ഗർഭം അലസിപ്പിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് സുപ്രീം കോടതി അപ്രകാരം ഒരു അനുമതി നൽകി ഈ പ്രത്യേക കേസിൽ എന്ന കാര്യം ഈ വാർത്തയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനു മുമ്പ് ചെറിയൊരു പരസ്യ ഇടയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ച വാർത്ത ഇപ്രകാരം സിറാജ് എന്ന പത്രം 1-ാം പുറത്ത് തരുന്നു. ഗർഭചിത്ര നിയമം മറികടന്ന് 24 ആഴ്ച പ്രായമായ ഗർഭം അലസിപ്പിക്കാൻ യുവതിക്ക് സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതി. ഗർഭസ്ഥ ശിശുവിൻ്റെ തലയോട്ടിക്ക് വളർച്ചയില്ല എന്ന് ആരോഗ്യ അധികൃതരുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ജസ്റ്റിസ് എസ് എ ബോബ്ദെ, എൽ നാഗേശ്വർ റാവു എന്നിവരടങ്ങിയ ബെഞ്ച് ഗർഭചിത്രത്തിന് അനുമതി നൽകുന്ന പ്രത്യേക ഉത്തരവ് നൽകിയത് എന്നും ഈ വാർത്ത പറയുന്നു. ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ കാണാൻ ഇന്നലെ ദില്ലിക്ക് പോയ കാര്യം വാർത്തയായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ എന്താണ് വഴിക്ക് നേടിയത്? ഉമ്മൻചാണ്ടിക്ക് വലിയ തിരിച്ചടിയാണ് അക്കാര്യത്തിൽ ഏർപ്പെട്ടത് എന്ന് പത്രലോകം പറയുന്നു. കാരണം ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം എന്നല്ല, ഒരേ ഒരു ആവശ്യം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അദമ്യമായ ജനാധിപത്യ അഭിലാഷമൊന്നും ഉമ്മൻചാണ്ടി എന്ന നേതാവിന് ഇല്ല എന്ന് നമുക്കറിയാം. മറിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ സംഘടനയുടെ മേലുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അപ്രമാദിത്വം നിറഞ്ഞ ഒരു നേതാവായി സ്വയം മാറാമെന്ന് അദ്ദേഹം മോഹിക്കുകയോ വ്യാമോഹിക്കുകയോ ചെയ്തിരിക്കുന്നു എന്നാണ് എല്ലാവരും അന്ന് മനസ്സിലാക്കിയത്. ഏതായാലും അദ്ദേഹം ദില്ലിക്ക് പോയപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചുവോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മെയ്വഴക്കത്തോടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ദയനീയമായി അക്കാര്യത്തിൽ പരാജയപ്പെട്ടു. സംഘടനാ തെരഞ്ഞെടുപ്പൊന്നും വരില്ല, വല്ല നക്കാപ്പിച്ചയും കിട്ടിയാലായി. അങ്ങനെയൊക്കെയാണ് ആ യാത്രയുടെ പതനം സംഭവിച്ചത്. പാതി വഴങ്ങി ഉമ്മൻചാണ്ടി എന്ന് മാധ്യമം എന്ന പത്രം ആ യാത്രയുടെ വാർത്ത നമുക്ക് തരുന്നു. അതിങ്ങനെ: സംഘടനാ തെരഞ്ഞെടുപ്പ് തൽക്കാലം നടപ്പില്ലെന്ന് ഹൈക്കമാൻഡ്, പന്ത് ഹൈക്കമാൻഡിൻ്റെ കോട്ടിൽ എന്ന് ഉമ്മൻചാണ്ടി. കോൺഗ്രസിൻ്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച വ്യക്തമായ തീർപ്പിലേക്ക് എത്തിയില്ല. 5ഇടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം തൽക്കാലം പരിഗണിക്കില്ല. എന്നാൽ നിലപാടുകളിൽ പകുതി വഴങ്ങി പ്രതിഷേധം തണുപ്പിക്കാനാണ് ഉമ്മൻചാണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ 2ാം ഘട്ടവും ഹൈക്കമാൻഡിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നിലയ്ക്കാണ് വാർത്തകൾ വരുന്നത്. നെഹ്റു കോളേജ് വിദ്യാർത്ഥി വിഷ്ണുവിൻ്റെ ദാരുണമായ ആത്മഹത്യ ആ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിപ്പിച്ചത് എന്ന് നമുക്കറിയാം. കുറേ നാളായി മെച്ചപ്പെട്ട അല്ലെങ്കിൽ വേണ്ടുവണ്ണമുള്ള പ്രക്ഷോഭങ്ങൾ നടത്താതിരുന്ന നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രക്ഷോഭങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. അനിശ്ചിതകാല പ്രക്ഷോഭങ്ങൾ വരെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വാശ്രയ മാനേജ്മെൻറ്റിൻ്റെ ഏകശാസനയ്ക്ക് കീഴിൽ കഴിഞ്ഞിരുന്ന, ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രകടനവും പൊതുയോഗവും നടത്തിക്കൊണ്ട് അവരുടെ ശക്തി സമാഹരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതിനു മുന്നിൽ അമ്പേ പതറി നിൽക്കുന്നു സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ. ഇതിനിടയിൽ ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധിപ്പിച്ച് സ്വാശ്രയ മാനേജ്മെൻറ്റ് ഉന്നയിച്ചത് കോപ്പി അടിച്ചതിൻ്റെ മേലിലാണ്
ആ വിദ്യാർത്ഥിയെ പുറത്താക്കിയത് എന്നായിരുന്നു. അതേ സംബന്ധിച്ച് അന്വേഷണം വന്നപ്പോൾ അന്വേഷണ റിപ്പോർട്ട് കാണുക, ജിഷ്ണു കോപ്പിയടിച്ചതായി കരുതുന്നില്ല എന്ന് അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന തലവ ADGP പറഞ്ഞിരിക്കുന്നു. കേരളകൗമുദി ആ വാർത്ത തരുന്നത് കാണുക. പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയി പരീക്ഷയിൽ കോപ്പിയടിച്ചതായി കരുതുന്നില്ല എന്ന് ഉത്തരമേഖല ADGP സുദേശ് കുമാറാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച കുറ്റം കൂടി മാനേജ്മെൻറ്റിന് വരുമെന്ന് വ്യക്തം. മറ്റൊരു വാർത്ത കൂടി ഇതിനൊപ്പം നമുക്ക് വായിക്കാം. മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് വിദഗ്ധർ. ജിഷ്ണു പ്രണോയിയുടെ മൂക്കിൽ മുറിവുണ്ടായിരുന്നു എന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ മരണകാരണം അറിയാൻ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരും എന്ന് ഫോറൻസിക് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ നിലയ്ക്കാണ്, അല്ലെങ്കിൽ പുനരന്വേഷണത്തിൻ്റെ നിലയ്ക്കാണ് ആ വാർത്ത നീങ്ങുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക രംഗത്തിൻ്റെ കാര്യത്തിൽ ഹൃദയഭേദകമായ അന്തരമാണുള്ളത്. സ്വത്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മഹാഭൂരിപക്ഷവും അത് മുഴുവൻ നിയന്ത്രിക്കുന്ന, കൈയടക്കി വച്ചിരിക്കുന്ന വളരെ ചെറിയ ന്യൂനപക്ഷവും എന്ന നിലയ്ക്ക് മുൻകാലത്ത് നിലനിന്നിരുന്നതിനേക്കാൾ ഹൃദയഭേദകമായ അന്തരമാണ് സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്ന് അതേ സംബന്ധിച്ച് വിദഗ്ധമായ പരിശോധന നടത്തിയ, സർവേ നടത്തിയിട്ടുള്ള ആളുകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആ രംഗത്ത് നടന്നു വരുന്ന പുതിയ കണക്കുകളെ സംബന്ധിച്ച വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. ദേശാഭിമാനി എന്ന പത്രം ഇന്ത്യ ലോകം പുറത്ത് അത് വളരെ വിശദമായി തരുന്നു. സിറാജ് എന്ന പത്രമാകട്ടെ അത് ലീഡ് വാർത്തയാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ആ വാർത്ത, അല്ലെങ്കിൽ ആ ഹൃദയഭേദകമായ ആ അന്തരത്തിൻ്റെ അന്തർഗതങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. 125 കോടിയിൽ 34 കോടി ജനത തികഞ്ഞ നിരക്ഷരതയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പകുതിയിലധികം സ്വത്തും കൈവശം വെച്ച് അനുഭവിക്കുന്നത് 1% ധനികരാണ് എന്ന നിലയ്ക്കുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. 58% സ്വത്തുക്കൾ കൈവശം വയ്ക്കുന്നത് 1% ആളുകളാണ്. അതായത് 1.2 കോടി ജനതയാണ് ഇന്ത്യയിൽ. ഇനി ലോകത്ത് 360 കോടി പേരുടെ സ്വത്തിന് തുല്യം 8 പേരുടെ ആസ്തി. 8 പേരാണ് ലോകത്തെ 360 കോടി ആളുകളുടെ സ്വത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ സമ്പത്തിൻ്റെ പകുതിയും 8 വ്യക്തികളുടെ കൈവശമാണ് എന്ന് അന്താരാഷ്ട്ര സംഘടനയായ ഒക്സ്ഫാമിൻ്റെ റിപ്പോർട്ട്. ദാവോസിൽ ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഈ റിപ്പോർട്ട് പുറത്തു വിട്ടത്. ആഗോള ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ കോൺഫെഡറേഷനാണ് ഒക്സ്ഫാം എന്നും ഈ ദേശാഭിമാനി വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് ജനുവരി 17 ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് 1 വർഷം തികയുന്നു. മിക്ക പത്രങ്ങളും ആ ആത്മഹത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം അത് ഉയർത്തിവിട്ട വലിയൊരു ചുഴലിക്കാറ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ്. വിവിധ യൂണിവേഴ്സിറ്റികളിലായി JNUവിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും വിദ്യാർത്ഥിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ അവസാനിക്കാത്ത പ്രക്ഷോഭങ്ങളുടെ നിര കൊളുത്തിവിട്ട ആത്മഹത്യയെ മുൻനിർത്തി രോഹിത് വെമുലയെയും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ പ്രസക്തിയെയും അനുസ്മരിക്കുന്നു MA ബേബി CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം. ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ കാണുക. രോഹിത് വെമുല ഓർമ്മയായി ഒരാണ്ട്. അവസാനമില്ലാത്ത സമരാവേശമാണ് രോഹിത് വെമുല. രോഹിത് വെമുലയുടെ ദാരുണവധം നടന്നിട്ട് 1 വർഷമാകുന്നു. ഇന്ത്യയെ സങ്കടക്കടലിലാഴ്ത്തിയ ആ സംഭവത്തെ ആത്മഹത്യ എന്ന കണക്കിൽപ്പെടുത്തി അവഗണിക്കാൻ സാധ്യമല്ല. ആത്മഹത്യയ്ക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതത്തെപ്പറ്റി കവി കുറിച്ചത് ചൂഷണ വ്യവസ്ഥയിൽ ദരിദ്രരുടെയും ദളിതരുടെയും അവസ്ഥയെപ്പറ്റിയാണ്. രോഹിതിൻ്റെ 558 വാക്കുകളടങ്ങിയ ലേഖനം ഇന്ത്യൻ സമൂഹത്തിൽ ജാതി ശ്രേണിയുടെ അടിത്തട്ടിൽ അടിഞ്ഞു കൂടുന്ന പതിത ജന്മങ്ങളുടെ ആക്രോശവും സമരകാഹളവുമായി മാറി.
അംബേദ്കറിന് ശേഷം അടിച്ചമർത്തപ്പെട്ടവരുടെ ജ്വലിക്കുന്ന പ്രതീകമായി മാറാൻ പോരാട്ട ജീവിതത്തിലൂടെയും സമരാഹ്വാനമായി മാറിയ അന്ത്യമൊഴിയിലൂടെയും രോഹിതിന് കഴിയുന്നു. വിമുലയ്ക്കൊപ്പം സസ്പെൻഡ് ചെയ്യപ്പെട്ട 4 വിദ്യാർത്ഥികളും മിടുമിടുക്കന്മാരായിരുന്നു. ഒരാൾ UGC സ്കോളർ, പ്രതിമാസം 8000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരുന്നു. മറ്റ് 2 വിദ്യാർത്ഥികൾ. എത്ര ദയനീയവും ദരിദ്രവുമായ പശ്ചാത്തലത്തിൽ നിന്നാണ് ആ ദളിത് വിദ്യാർത്ഥികൾ വന്നത് എന്നുകൂടി ഓർക്കുമ്പോഴാണ് അവരുടെ അക്കാദമിക് മികവിൻ്റെ മൂല്യം വ്യക്തമാകുക. തൊഴിൽ രഹിതരോ കർഷക തൊഴിലാളികളോ അടിമ വേലക്കാരോ ആണ് ആ 5 പേരുടെയും മാതാപിതാക്കൾ. ഏതാനും നിമിഷങ്ങൾ മാത്രം ആകാശത്തിൽ ഒളിചിതറി മിന്നൽ പിണർ പോലെയായിരുന്നു രോഹിത് വെമുലയുടെ ജീവിതം. പക്ഷേ അത് മരണത്തിൽ അവസാനിക്കുന്നില്ല. രക്തസാക്ഷിത്വത്തിലൂടെ അവസാനിക്കാത്ത സമരാവേശമായി അത് നമ്മിൽ നിറയുന്നു. ആ നിറയലിനെ ഓർമ്മപ്പെടുത്തുന്നു ഈ ജനുവരി 17 എന്നാണ് MA ബേബി പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. കണ്ണൂരിൽ സ്കൂൾ കലോത്സവം തുടങ്ങി. വർണ്ണങ്ങളുടെയും താളങ്ങളുടെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഉത്സവമാണത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച കൗമാരജന ഉത്സവം കൂടിയാണ്. ഈ ചിത്രം കാണുക. സ്കൂൾ കലോത്സവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ജാഥയുടെ ഒരു ദൃശ്യം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് 1-ാം പുറത്ത് ആദ്യ ചിത്രമായി തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ.